വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് പ്രിയങ്ക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കന്നി അംഗം കുറിക്കുമെന്ന് ഇന്ത്യൻ രാഷ്ട്രീയം കണക്കുകൂട്ടിയ പ്രിയങ്കയ്ക്ക് പക്ഷേ കാലം കാത്തുവച്ചത് കേരളമായിരുന്നു. തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായി രൂപാന്തരം കൊണ്ട നേതാവ്, പിന്തുടർച്ചാവകാശി എന്ന പരിഹാസരങ്ങൾ നേരിട്ട നേതാവിനെ അല്ല, അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത പ്രിയങ്കയെയാണ് യുപിയിൽ കണ്ടത്. മുത്തശ്ശി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് പ്രായം 19 വയസ്സിൽ അച്ഛനെയും നഷ്ടമായി. നാളൊരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തെത്തുമെന്ന അന്നു മുതൽ അടക്കം പറഞ്ഞിരുന്നു പ്രിയങ്കയെക്കുറിച്ച്. അമ്മയും സഹോദരനും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയപ്പോഴും പൊതുരംഗങ്ങളിൽ നിന്ന് ഉൾവലിഞ്ഞു നിന്നു പ്രിയങ്ക. UPA സർക്കാരിന്റെ ദശാബ്ദം, കോൺഗ്രസിന്റെ പ്രതാപകാലം. അന്നും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നു പ്രിയങ്ക ഗാന്ധി. വാക്കിലും നോക്കിലും ഇന്ദിരയുടെ തനിപ്പകർപ്പെന്ന് പ്രിയങ്കയെ ഉപമിച്ചെഴുതി ഇന്ത്യൻ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി എന്ന ശക്തനായ നേതാവിനെ നേരിടാൻ കോൺഗ്രസിന്റെ കയ്യിൽ മറ്റൊരു തുറുപ്പുചീട്ടുണ്ടായിരുന്നില്ല. പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവമായി AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. പക്ഷേ പ്രിയങ്കയെ ഇറക്കിയിട്ടും UPയിൽ കോൺഗ്രസിന് അടിപതറി. വലിയ വിജയമാണ് BJP നേടിയത്. എന്നിട്ടും പിന്മാറിയില്ല പ്രിയങ്ക ഗാന്ധി. 2022 മുതൽ UPയിൽ പ്രിയങ്ക സജീവമായി. അന്നു മുതൽ UPയിലുടനീളം നടത്തിയ വേരോട്ടത്തിന്റെ ഫലം കൂടിയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നേറ്റം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് നിന്ന് വിട്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രിയങ്ക. ഉൾവലിഞ്ഞു നിന്ന പ്രിയങ്കയിൽ നിന്ന് കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളർ താരപ്രചാരകയായി പ്രിയങ്ക മാറി. രാഹുലിന് വേണ്ടി റായ്ബറേലിയിലും കിഷോരിലാൽ ശർമ്മയ്ക്ക് വേണ്ടി അമേഠിയിലും പ്രചരണം ഏകോപിപ്പിച്ചത് പ്രിയങ്കയായിരുന്നു. ഉൾഗ്രാമങ്ങളിലേക്കെത്തി സ്ത്രീകൾക്കിടയിൽ പ്രചാരണം നടത്തി. കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു. നിർജീവമായി കിടന്ന കമ്മിറ്റികൾ ഉത്തേജിപ്പിച്ചു. അങ്ങനെ കാലാന്തരം അനുഭവങ്ങൾ സ്ഫുടം ചെയ്തെടുത്ത ജനകീയ അടിത്തറ വിപുലമാക്കിയ പ്രിയങ്കയ്ക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഇതിലും മികച്ചൊരവസരമില്ലെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം ലക്ഷ്യമിട്ട് കളനിറയുന്ന BJPക്ക് രാഹുലിന് പിന്നാലെ കോൺഗ്രസിന്റെ ചെക്ക് കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. പലപ്പോഴും മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച ഭർത്താവ് റോബർട്ട് വധേരയുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരശ്ശീല വീണെന്നും കണക്കാക്കാം. വയനാട് തുണച്ചാൽ ലോക്സഭയിൽ കോൺഗ്രസിന് ഗാന്ധി കുടുംബത്തിന്റെ ഡബിൾ എഞ്ചിൻ. ന്യൂസ് ഡെസ്ക്, News 18. പാർട്ടിയുടെ നയസമീപനം